ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു അധ്യായം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. നമ്മുടെ വഴി ദൈവമാണ് നിശ്ചയിക്കുന്നത്. നാം നിശ്ചയിക്കുന്ന വഴിയിൽ കൂടി പോയാൽ അത് ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നിശ്ചയിക്കുന്ന വഴിയിൽ കൂടെ പോയാൽ നമുക്കവിടെ ഒരു തടസ്സവും ഉണ്ടാകാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കും. വഴിയും സത്യവും ജീവനുമാകുന്നു. ആ സത്യദൈവത്തെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നാം നേരെയുള്ള പാതയിൽ നാം മുമ്പോട്ട് യാത്ര തിരിച്ചാൽ നമ്മെ ഒരു നാളും അവൻ അനാഥമായി വിടുന്ന ദൈവമല്ല. അതുപോലെ തന്നെ നമ്മളെ യഥാർത്ഥ വഴിയിൽ കൂടി നമ്മളെ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ ആകാത്ത വഴിയിൽ കൂടി നമുക്ക് പോകാൻ നമുക്ക് പ്രമാണമില്ല. അങ്ങനെ മനുഷ്യൻ്റെ മുഖം നോക്കിക്കൊണ്ട് നാം യാത്ര ചെയ്യുമ്പോൾ, ചുറ്റുപാടുള്ളവരെ അല്ലെ ജാതികളെ നോക്കിക്കൊണ്ട് നാം മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ മനുഷ്യമുഖം നോക്കിയല്ല നാം യാത്ര ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ മുഖം നോക്കി യാത്ര ചെയ്താൽ അവൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അവൻ യഹോവ മുഖാന്തരമല്ലാതെ പിതാവിൻ്റെ അടുക്കിലേക്ക് ആർക്കും പോകാൻ സാധ്യമല്ല. ക്രിസ്തു മുഖാന്തരമല്ലാതെ പിതാവിൻ്റെ അടുക്കിലേക്ക് ആർക്കും പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് അവൻ്റെ പാതയെ പിൻപറ്റിക്കൊണ്ട് പലപ്പോഴും നമ്മെ തകർത്ത് കളയുക ശത്രു വെല്ലുവിളിക്കുമ്പോൾ, എന്നാൽ ശത്രുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാതെ സ്വർഗത്തിലെ ദൈവം നമ്മെ താങ്ങി നടത്തുന്ന വിധങ്ങൾക്കായി നന്ദി അർപ്പിക്കാം. ഓരോ പാതയിലും നമ്മെ നടത്തേണ്ടുന്ന വഴിയിൽ കൂടി നമ്മെ നടത്തി പരിപാലിക്കുന്ന അവൻ്റെ വിധങ്ങളെ ഓർത്തുകൊണ്ട്, അവൻ്റെ വിധങ്ങളെ ഓർത്തുകൊണ്ടും അവൻ്റെ നടത്തുന്ന വഴികളെ ഓർത്തുകൊണ്ടും നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പലപ്പോഴും ചുറ്റുപാടുള്ള ദേശക്കാരൊക്കെ നമ്മളെ നോക്കി പലതും പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതുവഴി വന്നാൽ, അല്ലെ ഇങ്ങനെ ചെയ്താൽ ഇതെല്ലാം നല്ല രീതിയിലാകുമെന്ന്, എന്നാൽ ഒരിക്കലും നമുക്ക് ദൈവത്തിൽ കൂടി അല്ലാതൊരു വഴിയിൽ കൂടി നമുക്ക് സഞ്ചരിപ്പാൻ നമുക്ക് സാധിക്കുകയില്ല. അതുപോലെ പ്രമാണവുമില്ല. ദൈവം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന വഴി അത് ഏതായിരുന്നാലും അവൻ നന്മയിലൂടെ കടത്തിവിടുന്ന വഴിയാണ്. അവൻ്റെ പാതപീടെ നമുക്ക് താഴ്ത്തി കൊടുക്കാം. ആ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പിതാവിനെ കാണുവാൻ സാധിക്കും. എന്നാൽ നാം ഈ നാളുകളിൽ ലോകമോഹങ്ങളിലേക്ക് വിരഞ്ഞോടിക്കൊണ്ട് ലോകത്തിൻ്റെ വഴിയിലേക്ക് കടന്നു പോയാൽ അത് ശത്രുവിൻ്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാത്താൻ്റെ വഴിയിൽ നമ്മൾ എത്തിച്ചേരുവാൻ ഇടയാകും. അത് നാശത്തിലേക്കുള്ള വഴിയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിനെ തിരഞ്ഞെടുത്തുകൊണ്ട് അവൻ വഴിയും സത്യവും ആകുന്നു. അവനിൽ കൂടി അല്ലാതെ പിതാവിനെ കാണുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിൽ കൂടിയുള്ള വഴി നാം തിരഞ്ഞെടുത്തുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ നമ്മെ നടത്തുവാൻ ശക്തനാണ്. ഗോഡ് ബ്ലസ് യു.